വെറും 4 ദിവസം കൊണ്ട് കിണർ കുത്തി വെള്ളം കാണിച്ചു കൊടുക്കും അല്ലെ? തീർച്ചയായിട്ടും. അതാണ് എങ്ങനെ ഈ സെറ്റപ്പ് ചെയ്ത് കൊടുക്കും നിങ്ങൾ? അത് ഫുള്ള് മെഷീനറിയാണ്. ഫുള്ള് മെഷീനറിയാണ്. അടിക്കാൻ മെഷീനാണ്, മണ്ണ് കയറ്റാൻ മെഷീനാണ്. ഇവിടെ എല്ലാ വർക്കും ഭൂമി തന്നെ എല്ലാ വർക്കും ചെയ്തെടുക്കുന്നുണ്ട്. സാധനം നോക്കി കൊടുക്കോ? ആ സാധനം നോക്കുന്നുണ്ട്. അതുണ്ട്. അതിന് ഈ നമ്പറിൽ ബന്ധപ്പെട്ട എന്റെ ഈ നമ്പറിൽ ബന്ധപ്പെട്ട. എത്ര ദിവസമാണ് ഈ കളർ ഇങ്ങനെ ആയത്? ഇപ്പൊ 3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസം. 3 ദിവസം കൊണ്ട് 8 കോലായി. 3 ദിവസം കൊണ്ട് 8 കോലായില്ലേ? സെറ്റ് ആയിക്കോളിപ്പോ. ഇപ്പൊ 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കാണാം. അത്ര തന്നെയാണല്ലേ? ഇതിപ്പോ 20 കോലായി. വെള്ളം നാളെ കാണും. നാളെ കാണൂലേ? ഒരാഴ്ചയാണ് കണക്ക്. ഒരു 20 കോലൊക്കെ ഒരാഴ്ച കൊണ്ട് നമ്മള് പരിപാടി തീരും. കഴിയും. വെള്ളം കാണിച്ചു വെള്ളം കുടിച്ചോ? അവലും വെള്ളമല്ല, ചക്കര വെള്ളം. ചക്കര വെള്ളം കുടിച്ചോ? വെറും 4-5 ദിവസം കൊണ്ട് കിണറത്തുള്ള നല്ല അടിപൊളി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫുൾ മെഷീനാണ് കേട്ടോ. 1 മാസം 1.5 മാസം കാത്തിക്കണം. വെറും 4 ദിവസം കൊണ്ട് കിണർ കുത്തി വെള്ളം കാണിച്ചത് നമ്മളെ കൂടുതൽ പ്രകാശേട്ടുണ്ട്. വരി പ്രകാശേട്ടാ, നമ്മളാണ് ഇതിന്റെ ഓണർ അല്ലേ? വെറും 4 ദിവസം കൊണ്ട് കിണർ കുത്തി വെള്ളം കാണിച്ചു കൊടുക്കും അല്ലെ? തീർച്ചയായിട്ടും. അതാണ് എങ്ങനെ ഈ സെറ്റപ്പ് ചെയ്ത് കൊടുക്കും നിങ്ങൾ? അത് ഫുള്ള് മെഷീനറിയാണ്. ഫുള്ള് മെഷീനറിയാണ്. അടിക്കാൻ മെഷീനാണ്, മണ്ണ് കയറ്റാൻ മെഷീനാണ്. അത് ശ്രീയാണ് മെഷീന്റെ ഓപ്പറേറ്റർ. പെട്ടെന്ന് പരിപാടി തീരും. ഒരു ഏകദേശം ഒരു 20-25 ദിവസം കഴിച്ച് കളക്കണത് നമുക്ക് ഒരാഴ്ചയാണ് കണക്ക്. ഒരു 20 കോലൊക്കെ ഒരാഴ്ച കൊണ്ട് നമ്മള് പരിപാടി തീരും. വെള്ളം കാണിച്ചു വെള്ളം കുടിച്ചോ? അവലും വെള്ളമല്ല, ചക്കര വെള്ളം. ചക്കര വെള്ളം കുടിച്ചോ? ചക്കര വെള്ളം കുടിച്ചോ? 4-5 ഒരാഴ്ച കണക്ക് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിലല്ലേ? അതേമാതിരി നമ്മളൊരു സൈറ്റിലാപ്പ് ഉള്ളത്. അടുത്ത ഓണറാണ് ഇതിലെ. മൂപ്പരെ ചോദിക്കാറല്ലേ? നമ്മളെ പേരെന്താണ്? അലിക്ക. കുഞ്ഞാപ്പൂന്ന് വിളിച്ചു. കുഞ്ഞാപ്പൂന്ന വിളിക്കല്ലേ? സൈറ്റ് ആണ് ഇതിലെ. അപ്പൊ എത്ര ദിവസമാണ് ഈ കളർ ഇങ്ങനെ ആയത്? ഇപ്പൊ 3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസം. 3 ദിവസം കൊണ്ട് 8 കോലായി. 3 ദിവസം കൊണ്ട് 8 കോലായില്ലേ? സെറ്റ് ആയിക്കോളിപ്പോ. ഇപ്പൊ 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കാണാം. അത്ര തന്നെയാണല്ലേ? 2 ദിവസം കൊണ്ട് വെള്ളം കാണുന്നാണ് പ്രതീക്ഷ പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല. ചെയ്തോട്ട് കുറെ സൈറ്റ് പോയി നോക്കാം. അടുത്ത സൈറ്റിൽ ഒന്ന് പോയി നോക്കാം. 3-4 സൈറ്റ് ഇപ്പൊ നിലവിലുണ്ട്. അല്ലല്ല, ഇന്ന് 8 സൈറ്റ്സിലുണ്ട്. ഇന്ന് 8 ഉണ്ട്. ഇന്ന് നമുക്ക് എത്താൻ പറ്റില്ല. അതില് 4 ഇപ്പൊ പോയി നോക്കാം. ബാക്കിയുള്ളൊക്കെ ലോങ് ആണ്. ഒന്ന് കൊണ്ടോട്ടിയാണ്. അവിടെ എത്തണം. അവിടേക്ക് നമ്മൾ പോകാനുള്ള നേരമൊന്നുമില്ലല്ലോ. ഇവിടെ ഉള്ളൊക്കെ ഒന്ന് കാണുക. അതാണ് നമ്മൾ വിളിച്ച ഏത് പേരിൽ ഏത് സൈറ്റിൽ എവിടെയൊക്കെ എല്ലായിടത്തും ഇപ്പൊ പരമാവധി എനിക്ക് ഇവിടെയുള്ള ഏരിയയിലൊക്കെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു അർജന്റ് എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്തും. ഞാൻ ഇവിടെ വർക്ക് കുറച്ച് കമ്മിയാകുമ്പോ അവിടെ എത്തും. മാക്സിമം എന്നെ കൊണ്ട് പറ്റതൊക്കെ ചെയ്തു. എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണല്ലേ ഫുൾ മെഷീനറിയാണ്. അടിയിൽ കൊത്തറ ആൾക്കാരുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ മെഷീനുകൾ ഇങ്ങനെ കേറൂലേ? ഫുള്ള് മെഷീനറി ആയിട്ടാണ്. കൂടുതൽ ആള് വേണ്ട. ഒറ്റ ആള് അല്ലെങ്കിൽ 2 ആള് മതില. മേലെ മൊത്തം ഒരു 4 ആളുണ്ടെങ്കിൽ നമ്മളെ പണി നടക്കും. അതാറുണ്ട്. ഇങ്ങനെയൊക്കെ മെഷീനുകൾ സാധനം കയറ്റും. കൊട്ടിക്ക് തട്ടാൻ നേരെ തട്ടല്ലേ? അതെ. ഒരു ലേഡിയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ലേഡീസ് കാണിച്ചു കൊടുക്കാം. അതായത് 2 ആൾക്കാരാണ് അടിയുള്ളത്. 3 ദിവസം കൊണ്ട് ഈ ലെവലിലായിക്കണു അല്ല? ഇന്നും കൂടി 4 ദിവസം അല്ലേ? അന്നത്തെ 4 ദിവസം കമ്പസോളം മെയിൻ ആയിട്ട് വരുന്നില്ലേ? അതാണ് സിമ്പിൾ സിറ്റി പരിപാടിയില്ലേ? 2ാമത്തെ സൈറ്റ് ആണല്ലേ? കുറുക്കോളോ? അതാണ്. അപ്പൊ ആ സൈറ്റിന്റെ ആയം തന്നെ ഭയങ്കര ആയാണ്. ഇതിപ്പോ 20 കോലായി. വെള്ളം നാളെ കാണും. അപ്പൊ ഇതിന്റെ ഓണറാണ് ഇതില്. നമ്മുടെ പേരെന്താണ്? മൻസൂർ. ഇവിടെ സ്ഥലം എവിടെ? ഗൾഫ് തന്നെയാണ്. നാട്ടിൽ ഇപ്പൊ ലീവിലെന്നാണ്. 15 ദിവസമായി. എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത്? ഇത് ഞാന് യൂട്യൂബിൽ പോയി അങ്ങനെ കണ്ടതാണ്. പിന്നെ വർക്ക് നല്ല വൃത്തിയുണ്ട്. എല്ലാ പിന്നെ നല്ല വൃത്തിയുണ്ട്. പിന്നെ മെഷീനറി പെട്ടെന്ന് പരിപാടി തീരും. അപ്പൊ സാധാ കൂലിപ്പണിക്കാരൊക്കെ കൊണ്ട് കുറെ സമയം എടുക്കുമല്ലോ. എല്ലാ മെഷീനറി എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. പറ്റണത് ഫുള്ള് ചെയ്യുന്നത്. നമുക്ക് പണിയാണ് വേണ്ടത്. ഏകദേശം 5-6 പണിക്കാരുണ്ടല്ലേ? 5 പണിക്കാർ. ഒരു സൈറ്റിക്ക് 5 പണിക്കാർ വേണം. നമ്മുടെ അടുത്ത് ഒരു 10-40 പണിക്കാരുണ്ട്. സ്ഥിരമായിട്ട് ഡെയിലും പണി. ഇന്നിപ്പോ 8 സൈറ്റിൽ ഇന്ന് വർക്ക് നടക്കുന്നുണ്ട്. ഇതിപ്പോ 2ാമത്താണ്. ഇനിയിപ്പോ മറ്റൊരു സൈറ്റുകൾ കോട്ടയിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. കൊണ്ടോട്ടി നടക്കുന്നുണ്ട്. എല്ലായിടത്തും നടക്കുന്നുണ്ട് വർക്കാണ്.
എന്നാലും ഒരാഴ്ച വെള്ളം കാണിച്ചു അങ്ങനെ തന്നെ അതാണ് എല്ലാ സൈറ്റിലും ലേഡീസ് എല്ലായിടത്തും ലേഡീസിന് അധികം 90% ലേഡീസാണ് മിഷീനർ എല്ലായിടത്തും. മെഷീൻ വർക്ക് ഫുള്ള് ലേഡീസ് നമ്മൾ ആദ്യ സൈറ്റ് പോയി അവിടെ ലേഡീസ് ആണ് ലേഡീസാണ് ഒക്കെ ലേഡീസാ എല്ലാ സൈറ്റിലും ഇപ്പൊ 5 സൈറ്റ് ഒരു 90% ലേഡീസ് ആയിരിക്കും മെഷീൻ വർക്കില്. അവരൊക്കെ ഫാമിലിയാണ്. ഭാര്യയും ഭർത്താവും ഭാര്യ മെഷീൻ ഇട്ടു, ഭർത്താവ് അവിടെ ഇത് മണ്ണ് വരും, അങ്ങനെ ഫുള്ള് ചെയ്തോട്ടോ. അപ്പൊ നമ്മളെ മൂന്നാമത്തെ കിണറല്ലേ ഈ സൈറ്റിന് പ്രത്യേകത 2 കിണറുണ്ടല്ലോ അല്ലേ? അത് തന്നെ 2 കിണറുണ്ട്. ഇവിടെ ഒന്നുണ്ട് അതേമാതിരി അവിടെ ഒന്നുണ്ടല്ലോ അല്ലേ? അതെ, അവിടെ അങ്ങനെ പണി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഈ രണ്ടെണ്ണം നമ്മൾ തന്നെ എന്റെ വർക്ക് തന്നെ. അത് വലിയ കിണറായി കളച്ചതാണ്. അത് ഞാൻ അവിടുന്ന് കാണിച്ചു തരാം. അത് 18 കൊല്ലം കളച്ചിട്ട് അടി മുതൽ മേലെ വരെ പടുത്തുകൊണ്ടിരുന്നു. പടുത്ത് കൊണ്ടുവരാണല്ലേ? നല്ല ഫിനിഷിങ്ങിന് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, നല്ല വെട്ടുപാറ നല്ല രസമുള്ള അടി. ഇതും പടുക്കാനുള്ളതാണ്. ഇത് അടി പൊട്ടിച്ചാടി തന്നെയാണ്. അടി പടുക്കാനുള്ളതാണ്. അതാണ് ആ കിണർ ഇങ്ങനെ തുറന്നിക്കണത്. വെള്ളം കണ്ടുകൊണ്ടല്ലോ? വെള്ളം കണ്ടില്ലേ? എത്ര ദിവസം പണി തുടങ്ങിയിട്ട്? ഒക്കെ സ്പീഡല്ലേ? അവിടെ ഇവിടെയൊക്കെ സ്പീഡ് തന്നെ. ഫുള്ള് മെഷീനറി ഫുൾ മെഷീനറി ആണ് അല്ലേ? ഫുള്ള് മെഷീൻ. അവിടെ ഇതൊക്കെ മെഷീൻ തന്നെ, അവിടെ മെഷീനാണ്. നിങ്ങൾ എത്ര ഇപ്പൊ എന്തെല്ലാം പണി എടുത്തോളൂ? കിണർ മാത്രമേ ഉള്ളൂ അതോ നമ്മളെല്ലാ വർക്കും ഭൂമി തന്നെ എല്ലാ വർക്കും ചെയ്യണ്ടേ? ചെയ്തവർക്കുണ്ട്. സാധനം നോക്കി കൊടുക്കോ? സാധനം നോക്കുന്നുണ്ട്. അതുണ്ട്. അതിന് ഈ നമ്പറിൽ ബന്ധപ്പെട്ട എന്റെ നമ്പറിൽ ബന്ധപ്പെട്ട സാധനം നോക്കല്ലേ? കക്കൂസും എല്ലാ കുഞ്ഞു വർക്കുകളും ചെയ്ത് കൊടുക്കല്ലോ അല്ലേ? നമ്മളെ കെമിക്കൽ ഉപയോഗിച്ചിട്ട് പാറ പൊട്ടിക്കണമുണ്ട്. പടവുണ്ടോ? പടവ് ആ കിണറിന്റെ പടവുണ്ട്. കേരളത്തിന് ആളുണ്ട്. അവരെ ഏൽപ്പിക്കലാണ്. അവര് സംസാരിച്ച് അവരെടുത്തു തരും. നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. നമ്മളെ കേരളത്തിന് ആളുണ്ട്. നമ്മളിപ്പോ അവരെ ഏൽപ്പിച്ചാണ് അവര് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ മൂപ്പരെ പരിചയപ്പെടുത്തി തരാം. അറിയാം. സ്ഥാനം നോക്കാൻ ആളുണ്ടെങ്കിൽ അതുണ്ട്. സ്ഥാനം നോക്കാനാണെന്നുണ്ടെങ്കിൽ അതിനും ആളുണ്ട്. മെഷീനായിട്ട് അതോ എങ്ങനെയാണ്? അത് എല്ലാതും ഉണ്ട്. ചെയിൻ വെച്ച് നോക്കണുണ്ട്, തേങ്ങ വെച്ച് നോക്കണവരുണ്ട്. എല്ലാതും നല്ല ചെയ്തു കൊടുക്കും. കൂടുതലും ഗൾഫേരാണല്ലേ? അതെ, കൂടുതലും അങ്ങനെ തന്നെ. ഞാൻ സൈറ്റ് കാണാലോ അല്ലേ? അതൊന്ന് പോയി നോക്കാം. ചേട്ടോ ഇവിടെ ഓപ്പറേറ്റർ അതേ മെഷീൻ ഇവിടെ ലേഡീസ് തന്നെയാണ്. ഒരു സുന്ദരി പെണ്ണാണല്ലേ? ഭാര്യ ഭർത്താവുള്ള പരിപാടിയാണല്ലേ? ഭാര്യ ഭർത്താവ് ഒരു ഫാമിലിയാണ്. മൊത്തം ഫുൾ ഫാമിലിയാണ്. മെഷീൻ വർക്കുകൾ ഫുള്ള് പത്തലും മാത്രം ഫുള്ളാണ്. ചേട്ടോ ഇത് നമ്മളെ കിണർ കുത്തല്ലല്ലോ, അത് പടുക്കാണല്ലോ? അല്ലല്ല, ഇത് ഞാൻ കുത്തിയ കിണർ തന്നെയാണ്. കുത്തിയ കിണറാണ്. കുത്തിയിട്ട് കഴിഞ്ഞ് പറ്റ 27 കോല് താത്തി കിണർ. 27 കോല് താത്തിയിട്ട് ഇവിടുന്ന് ഇനി പടുത്ത് കൊണ്ടുവരണം. ഇത് 17 കോലുണ്ട് വട്ട റൗണ്ട്. എന്നിട്ട് പാമ്പൂര് അത് പടുക്കാനല്ല, അപ്പൊ പാമ്പൂര് വെക്കാതെ കൊണ്ടുപോയതാണ്. എന്നിട്ട് പടിന്ന് മേലെ വരെ പടുത്ത് കൊണ്ടുവരുന്നു. പടുത്ത് കൊണ്ടുപോകണം. മൂന്നാൾക്കാരുണ്ടല്ലോ ഫുള്ള് മെഷീനറി പടിയും. ഇതിന്റെ ഓപ്പറേറ്റർ ആണ് ഹംസാക്ക? അല്ല, ഓപ്പറേറ്റർ അവിടെ മുതലാളി. ഇതിന്റെ കോൺട്രാക്ടർ മൂസാക്കാണ് ഇതിന്റെ ആളല്ലേ? ഓക്കെ. അപ്പൊ മൂസാക്ക എങ്ങനെ എല്ലാ ഭാഗത്തും? മൂസാക്ക് ഇതേപോലെ നമുക്ക് എന്റെ കേരളത്തില് പിന്നെ ഒരുപാട് വർക്ക് വിളിക്കും. അതിന്റെ ആൾക്കാരുണ്ടോന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ മൂപ്പരെ ഏൽപ്പിച്ചു കൊടുക്കലാണ്. എവിടെ ആളുകൾ വന്നാതില്ലേ? ഒരുപാട് കിണർ ഞാൻ മൂപ്പര് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കിണർ. അപ്പൊ ഈ കിണർ ഇതേമാതിരി ഈ കിണർ ഞാൻ കളിച്ചപ്പോ എന്നോട് പറഞ്ഞു നല്ല പടവാൻ ആരുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അറിവിൽ ഉള്ളില് നല്ലൊരു ബെസ്റ്റ് ആള് മൂപ്പരെ ഞാൻ കുറെ വർക്ക് കൊടുത്തിട്ടുള്ളത്. എടുത്ത് പരിചയമുണ്ട്. ഇപ്പൊ ഇങ്ങനെ മെഷീനറികളൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ ഇത് കൊട്ടയിലാണ് ബാഹുബലിത്തെ കൊട്ടനുണ്ടല്ലേ? നല്ല ജബർ സാധനല്ലേ? ഇതിലാണ് ഇറക്കല് കല്ലിറക്കലൊക്കെ. കല്ലിൽ കൊണ്ടാകും. കല്ല് ഇതിലെ പിന്നെ മെറ്റൽ സൈഡിലിടാനല്ലേ? സൈഡിലിടാൻ എന്തായാലും നല്ല വൃത്തിക്ക് പണിപ്പിച്ചു കൊടുക്കണം. കണ്ടാളി. ഇനി എന്തൊരു ആവശ്യക്കാരുണ്ടെങ്കിലേ അവര് വിളിച്ചോട്ടെ. നമ്മളെ മൂസാക്ക ഒന്ന് ചെയ്ത് കൊടുത്തോട്ടെ. നല്ല വൃത്തിക്ക് പണിയെടുത്ത് പോണല്ലേ? അടിപൊളി. 2-3 ആൾക്കാർ അടിയിലുണ്ടല്ലോ. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 27 കോല് താഴ്ചയുള്ള കിണറാ. 27 കോല് താഴ്ച ഉണ്ട്. എന്തായാലും പടത്തിൽ ഫുൾ സെറ്റപ്പ് ആക്കി കൊടുക്കും. ആർക്കെങ്കിലും പടവിന്റെ ആവശ്യം ഉണ്ടെങ്കിലോ നമ്മള് അപ്പൊ തന്നെ നമ്പർ വെച്ചാൽ മൂസാക്ക നമ്പർ തരും. ഈ വീഡിയോയിൽ കാണി ഈ നമ്പറിൽ വിളിച്ചാൽ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ സെറ്റ് ആയി കൊടുക്കും. നമ്മള് കിണറുകൾക്കും മൂസാക്ക പടവും ചെയ്യും. ആവശ്യമുള്ളടത്ത് പടവ് ചെയ്യാം. ഒരേ സൈഡിൽ തന്നെ 2 കിണറല്ലേ? ഒന്ന് അവിടെയാണ്, ഒന്നും പടിയാണല്ലേ? അതെ, ആ സൈഡിലും ഈ സൈഡിലല്ലേ? ഇതിലിങ്ങനെ കല്ലുകളെ ഇറങ്ങിക്കൂടും. ഇനി കുറെ സൈറ്റുകൾ ഉണ്ട്. നമുക്ക് ഇപ്പൊ പോകാൻ നേരമില്ല. ഭയങ്കര വെയിലാണ്. നമുക്ക് ഇങ്ങനെ പോണോ? ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇതിപ്പോ
അത് മതി. ആവശ്യക്കാരെ വിളിച്ചോളെ. ഈ വീഡിയോയുടെ നമ്പറിൽ വിളിച്ചോളെ. ഫുള്ള് പക്കാരി ചെയ്തു ചേട്ടോ. എല്ലായിടത്തും പെണ്ണാണ്. ഇവിടെ എന്താ സാമിനാക്കിയോടാ? അത് പറഞ്ഞാൽ മൂപ്പരാണ് മെഷീന്റെ ഓപ്പറേറ്റർമാരും. എല്ലാത്തിനും ഒരു എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റുകളൊക്കെ നോക്കാനും പിടിക്കാനും മൂപ്പരാണ് എല്ലായിടത്തേക്ക് ചെല്ലുക. അപ്പൊ മൂപ്പരാണ് ഹെവി ഡ്രൈവർ. எங்கேயோ போனாலும் பிரகாஷ் பண்ணி எவ்வளவு கொடுத்தாலும் நல்லா வெள்ளம் கொடுத்தோம் கிணறுல பைசா கொடுக்கணும். எல்லாம் சாரா ചെയ്തെടുക്കും. பிரகாஷ் எடுத்துட்டு அதே അപ്പൊ മൂപ്പരായിരുന്നു சூப்பரா வரும் அடி மொத்தாலும் உண்டு. ஐபாட்டா